ജയിലിലേക്ക് പുതുതായി വന്നവന് അവിടെയെല്ലാം സ്ട്രേഞ്ച് ആയി തോന്നുന്നു. കാരണം ആ ജയിലിൽ മറ്റുള്ള ജയിലിലേതുപോലെ ഹൈറ്റ് ആയ മതിലുകളില്ല. അതുമാത്രമല്ല ഇത്രയും വലിയ ജയിലിൽ വളരെ കുറച്ച് ഗാർഡ്സ് മാത്രമാണുള്ളത്. അപ്പോഴാണ് ജയിൽ വാർഡൻ ഒരു സത്യം വെളിപ്പെടുത്തുന്നത്. ആ ജയിലിലുള്ള എല്ലാ കുറ്റവാളികളുടെയും കഴുത്തിൽ ഒരു ഇലക്ട്രോണിക് കോളർ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കുറ്റവാളിയുടെയും കോളർ മറ്റൊരാളുടേതുമായി പേർ ചെയ്തിരിക്കുകയാണ്. ആ രണ്ട് കുറ്റവാളികളും 100 യാർഡിൽ കൂടുതൽ ദൂരേക്ക് പിരിഞ്ഞു പോയാൽ അവരുടെ തല പൊട്ടിച്ചിതറുന്നത് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെ കോളർ ആരുടേതുമായി കണക്റ്റഡ് ആണെന്ന് അവിടെയുള്ള ഗാർഡ്സിനല്ലാതെ മറ്റാർക്കും അറിയില്ല. ആക്ച്വലി ഇയാളെ ഒരു ഡയമണ്ട് മോഷണത്തിനിടയിൽ അവന്റെ ഫ്രണ്ടും ഗേൾഫ്രണ്ടും ചേർന്ന് ചതിച്ച് പോലീസിന്റെ കയ്യിൽപ്പെടുത്തുന്നു. പക്ഷെ അതിനുള്ളിൽ തന്നെ ഇയാൾ ആ ഡയമണ്ട്സ് വേറെ സ്ഥലത്ത് ഒളിപ്പിച്ചിരുന്നു. കാര്യം അറിഞ്ഞ ജയിൽ വാർഡൻ ഓരോ ദിവസവും ഡയമണ്ടിന്റെ ലൊക്കേഷൻ ചോദിച്ച് അയാളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ജയിൽ പുള്ളികളെ കൊണ്ട് അവനെ അടുപ്പിക്കുമ്പോൾ അവന് ഭയങ്കരമായി പരിക്കു പറ്റുന്നു. അപ്പോൾ ഒരു കമ്പ് വെച്ച് അവൻ ആ ജയിൽ പുള്ളിയുടെ കോളർ ആക്ടിവേറ്റ് ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ ആ ജയിൽ പുള്ളിയുടെയും അയാളുടെ ഒപ്പം പേർ ചെയ്തിരിക്കുന്നവന്റെയും തല പൊട്ടിച്ചിതറുന്നു. അതേസമയം പരിക്ക് പറ്റി ഇവനെ കൊണ്ടുപോകുന്നതിനായി ജയിലിനുള്ളിലെ ആംബുലൻസ് വരുന്നു. അപ്പോൾ അവനെ അതിനകത്ത് കയറ്റിയതും ആരും കാണാതെ മറ്റൊരു ജയിൽ പുള്ളി ആംബുലൻസും എടുത്ത് പോകുന്നു. പക്ഷെ കുറെ ദൂരം പോയിട്ടും രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും കോളറാണ് പേരായിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നത്.